ഹലോ കൂട്ടുകാരെ, മഴ തോരും മുൻപേൽ ഇന്നത്തെ എപ്പിസോഡ് എന്താണെന്ന് നോക്കാം. അതിനു മുൻപ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിനുശേഷം ലൈക്ക് ചെയ്യുക. നമ്മുടെ രേവതിക്കുട്ടി മാമച്ചനങ്കിൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഭക്ഷണം കഴിച്ചിട്ട് നടക്കാൻ പോയ അങ്കിളിനെ കാണുന്നില്ല. വീട് മൊത്തം തിരഞ്ഞു, കിട്ടുന്നേയില്ല. അങ്ങനെ ഗ്രേസി ആൻറ്റി അവിടെ നടക്കുന്നുണ്ട്. ഗ്രേസി ആൻറ്റിയോട് ചോദിക്കും, ആൻറ്റി മാമച്ചനങ്കിളിനെ കണ്ടോ? ഞാൻ ഈ വീട് മൊത്തം തിരഞ്ഞു, ആളെ കാണുന്നേയില്ല. അപ്പോൾ ഗ്രേസമ്മ പറയും, എൻ്റെ കൂടെ കുറച്ച് നേരം മുമ്പ് റൂമിലുണ്ടായിരുന്നല്ലോ, നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ രേവതിക്കുട്ടി എന്ത് ചെയ്യും, ഒന്ന് ഫോൺ എടുത്ത് ഫോൺ ചെയ്യും. ഫോൺ ചെയ്ത് കഴിഞ്ഞ് ഇങ്ങനെ മാമച്ചനങ്കളുടെ ഫോണ് കാറിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ അടിക്കുന്നത് കാണാം. അപ്പോൾ പോയി നോക്കിയാൽ പുള്ളിക്കാരൻ AC ഓണാക്കിയിട്ട് കിടക്കുകയാണ്. നടക്കേണ്ട മടിക്ക് ഇങ്ങനെ കിടക്കുകയാണ്. കൂടെ മൊബൈലുണ്ട്, സ്നാക്സും ഉണ്ട്. അപ്പോൾ രേവതിക്കുട്ടി പറയും, ഈ നടക്കാൻ മടി കാണിച്ചിട്ടാണ് ഇങ്ങനെ ഓരോ അസുഖങ്ങൾ വരുന്നത്. ഇതിനുള്ള ശിക്ഷ ഞാൻ തരാം. ഇപ്പം 2 പേരും ഡൈനിങ് ഹാളിലേക്ക് ചെല്ല്. ഡൈനിങ് ഹാളിൽ ഞാൻ ശിക്ഷ എന്താണെന്ന് ആലോചിച്ചിട്ട് ഞാൻ ശിക്ഷ പറയാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കാണിക്കണം. ഇനി നമ്മുടെ ശരണ്യയുടെ അമ്മയും കൂടിയിട്ട് അലീനെ കാണാൻ ബാലചന്ദ്രൻ്റെ വീട്ടിലോട്ട് വരികയാണ്. അപ്പോൾ അവർക്ക് ഇച്ചിരി ഭയമുണ്ട്. കാരണം ഇവിടെയുള്ളവരെങ്ങനെ പെരുമാറുകയെന്ന് അറിയില്ലല്ലോ. അപ്പോൾ ഇവരെ കൊണ്ടുവരുന്നതാണെങ്കിൽ ഷാജിയാണ്. അങ്ങനെ ഷാജി ഇവരുടെ വീട്ടിൽ കൊണ്ടുവരും. അങ്ങനെ കൊണ്ടുവന്ന് കഴിഞ്ഞ് ഈ വീടൊക്കെ കണ്ടപ്പോൾ അവർക്ക് പേടിയാവാൻ തുടങ്ങും. കാരണം ഇത്രയും വലിയൊരു വീട്ടിലാണ് ഇവർ ജോലിക്ക് നിൽക്കണത്. അയ്യോ, എന്താ ഇവർ പെരുമാറുക എന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ ഷാജിയേട്ടൻ പറയും, നിങ്ങളെന്തായാലും അവളെ കാണാൻ വേണ്ടി വന്നതല്ലേ, നമുക്കൊരു കാര്യം ചെയ്യാം, കോളിംഗ് ബെല്ലടിക്കാം. കോളിംഗ് ബെല്ലടിച്ചിട്ട് എന്താ പറയുന്നത് നോക്കാം എന്ന് പറയും. അങ്ങനെ അവർ കോളിംഗ് ബെല്ലടിക്കാൻ പോകും. അങ്ങനെ കോളിംഗ് ബെല്ലടിച്ചോട് കൂടിയിട്ട് വാതിൽ തുറക്കുക നമ്മുടെ രോഹിത്തായിരിക്കും. രോഹിത്തിനെ കണ്ടോടുകൂടി ശരണ്യയും രോഹിത് തമ്മിൽ നല്ലൊരു സീനാണ്. അതായത് ശരണ്യ ഇങ്ങനെ രോഹിത്തിനെ നോക്കി നിൽക്കും. എന്നിട്ട് രോഹിത്തിനോട് ചോദിക്കും, എന്നെ മനസ്സിലായോ? ഞാൻ ശരണ്യ എന്ന് പറയും. ഞാൻ അലീന ചേച്ചിയെ കാണാൻ വന്നതാണ് എന്ന് പറയും. അപ്പോൾ രോഹിത്ത് പറയും, മനസ്സിലായി, കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കും. ഇല്ല, അലീന ചേച്ചി പനിയായിട്ട് കിടക്കുകയാണ്, ഇവിടെ ഉണ്ട്, നിങ്ങൾ അകത്തേക്ക് വരൂ എന്ന് പറയും. ശരി. അപ്പോൾ അങ്ങനെ അവർ അകത്തേക്ക് കയറും. അപ്പോൾ രോഹിത്ത് വളരെ മാന്യമായിട്ടാണ് അവരോട് പെരുമാറുക. രോഹിത്ത് പറയും, നിങ്ങളിവിടെ ഇരിക്കൂ. അപ്പോൾ അവർ പറയും, വേണ്ട, ഞങ്ങൾക്ക് അലീന ചേച്ചിയെ കണ്ടാൽ മതി. അല്ല, നിങ്ങളിവിടെ ഇരിക്കൂ, വന്നതല്ലേ, ഇരിക്കൂ എന്ന് പറയും. അപ്പോഴാണ് ചോദിക്കുക, കൂടെ വന്നുള്ള ആളാരാണ്. അപ്പോൾ അതാണ് മുൻപ് അലീന ചേച്ചിയെ രക്ഷിച്ച ഷാജിയേട്ടൻ. അപ്പോൾ രോഹിത്ത്, അയ്യോ അതെനിക്ക് മനസ്സിലായില്ല, ഞാൻ അയാളെ അകത്തേക്ക് വിളിക്കട്ടെ എന്ന് പറഞ്ഞ് പുള്ളീനെ അകത്തേക്ക് വിളിക്കും. എന്നിട്ട് ഇരിക്കാനൊക്കെ പറയും. അപ്പോൾ ഇവൾ പറയും, എന്നാൽ എനിക്കിനി അലീന ചേച്ചിയെ കാണിച്ചു തരുമെന്ന്. ഓ ശരി, അലീന ചേച്ചിയുടെ റൂം അതാണ് എന്ന് പറഞ്ഞ് നമ്മുടെ ബബിതയെയും കൃഷ്ണമോളും കൊണ്ടുപോയി കാണിക്കുകയാണ്. അങ്ങനെ ഇവൾക്കാണെങ്കിൽ അലീനനെ കണ്ട ഭയങ്കര സന്തോഷമായി. അലീനനെ കെട്ടിപ്പിടിക്കുന്നു. അപ്പോൾ അലീന പറയുന്നുണ്ട്, എടേ എൻ്റെ പനി മുഴുവൻ നിനക്ക് കിട്ടൂട്ടാ. അതൊന്നും സാരമില്ല, അലീന ചേച്ചിയുടെ പനിയില്ലേ, എനിക്കിഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞ് അവർ തമ്മിൽ നല്ലൊരു സ്നേഹത്തിലാണ് കാണിക്കുന്നത്. അപ്പോൾ കൃഷ്ണമോളും ബബിതയൊക്കെ ഈ വന്നവരോട് വളരെ മാന്യമായിട്ടാണ് സംസാരിക്കുന്നത്. അവരിവർക്ക് ചായ ഉണ്ടാക്കി കൊണ്ടു കൊടുക്കുന്നു, കുടിപ്പിക്കുന്നു, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ബബിത പറയും, ആ ഓട്ടോക്കാരൻ പുറത്തിരിക്കുന്നുണ്ട്, ചേച്ചിയെ എന്ന് രക്ഷിച്ച ആൾ, അയാളെയും കാണാൻ അയാളോട് ഇങ്ങോട്ട് വരാൻ പറയണോ? അപ്പോൾ അലീന പറയും, വേണ്ട, ഞാൻ പുള്ളീനെ അങ്ങോട്ട് പോയി കണ്ടോളാം എന്ന് പറഞ്ഞ് ഷാജിയേട്ടൻ അങ്ങോട്ട് പോയി കാണുകയാണ്. അപ്പോൾ ഷാജിയേട്ടനോട് പറയും, ഭക്ഷണം കഴിച്ചിട്ട് പോവാം ഏട്ടോ ഷാജിയേട്ടാ എന്ന് പറയും. അപ്പോൾ ഷാജിയേട്ടൻ പറയും, ഇല്ല, ഞങ്ങളെങ്ങനെ ഇവിടുന്ന് ഭക്ഷണം കഴിക്കുക? അപ്പോൾ നീ ഇവിടുത്തെ ജോലിക്കാരിയല്ലേ, എങ്ങനെയാണ് ഭക്ഷണം കഴിക്കുക എന്ന് ചോദിക്കും. അപ്പം ഷാജിയേട്ടാ, ഇവരെല്ലാവരും എന്നെ ജോലിക്കാരിയായിട്ടാണോ കാണുന്നതെന്നാണ് ഷാജിയേട്ടന് തോന്നുന്നത്. അല്ലല്ലോ. അപ്പോൾ ഷാജിയേട്ടൻ ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് അലീന റൂമിലോട്ട് തിരിച്ചു പോകും. അപ്പോൾ ഇതേ സമയം തന്നെ നമ്മുടെ കൃഷ്ണമോള് ചായയായിട്ട് വൈദ്യരുടെ അടുത്തേക്ക് പോയില്ലോ. വൈദ്യ ചോദിക്കും, എന്താ ഈ നേരത്തെ ഒരു ചായ? അതിവിടെ ഗസ്റ്റ് വന്നിട്ടുണ്ട്. ഏത് ഗസ്റ്റ്? ആ റേപ്പ് ചെയ്യപ്പെട്ട കുട്ടിയും അതിൻ്റെ അമ്മയും, അതിജീവിതയും അമ്മയും. അവരെന്തിനാ ഇങ്ങോട്ട് വന്നത്? അവരലീന ചേച്ചിയെ കാണാൻ വന്നത്. ഓ, അവരെന്തിനാ ഇവിടെ വിളിച്ചിരുത്തിയെന്ന് പറഞ്ഞിട്ട് വൈദ്യയ്ക്ക് ദേഷ്യം വരാൻ തുടങ്ങും. അപ്പോൾ ആ കൃഷ്ണാച്ചി പറയും, അമ്മ വല്ലാണ്ട് പറയൊന്നും വേണ്ട, ആ കുട്ടി പറഞ്ഞ കാരണം മാത്രമാണ് സ്വന്തം മോൻ ഇപ്പോൾ രക്ഷപ്പെട്ട് നിൽക്കുന്നത്, അല്ലെങ്കിൽ രക്ഷപ്പെടില്ലായിരുന്നു പറഞ്ഞിട്ട് കൃഷ്ണമോൾ ആ ചായയും കൊണ്ട് തിരിച്ചു പോകും. അങ്ങനെ ഇവർ വന്ന കാര്യം ഇനി ബാലചന്ദ്രൻ മാത്രമേ അറിയാനും ബാക്കിയുള്ളൂ. ബബിത പോയിട്ട് ബാലചന്ദ്രനെ വിളിച്ചു കൊണ്ടുവരും. ബാലചന്ദ്രനോട് പറയും, ഇങ്ങനെ ആ കുട്ടിയും അമ്മയും വന്നിട്ടുണ്ട് എന്ന് പറയും. ബാലചന്ദ്രൻ ഇവരെ കാണാൻ വരും. എന്നിട്ട് പറയും, മോളെ, എൻ്റെ മകൻ ചെയ്ത തെറ്റിന് മോള് അവനോട് ക്ഷമിക്കണം, നീ നല്ല മിടുക്കിയാണെന്ന് അലീന പറഞ്ഞിട്ടുണ്ട്, ഒരു പാവം കുട്ടിയാണെന്ന്, ഭക്ഷണമൊക്കെ കഴിച്ചിട്ടേ പോകാൻ പാടുള്ളൂ, ഭക്ഷണമൊക്കെ കഴിക്കണം എന്ന് പറഞ്ഞ് ഭക്ഷണം കഴിക്കാനൊക്കെ ബാലേന്ദ്രൻ അവരെ വിളിക്കുകയാണ്.
അതേപോലെ തന്നെ ബാലചന്ദ്രൻ ശരണ്യയുടെ നെറുകിൽ തലോടിയിട്ട് പറയും, നീ നീ അങ്ങനെ ഒരു മൊഴി പറഞ്ഞില്ലായിരുന്നെങ്കിൽ എൻ്റെ മോൻ്റെ ജീവിതം ഇപ്പോഴും ദുരിതത്തിലായേനെ, അതിന് എനിക്ക് നിന്നോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല എന്ന് പറഞ്ഞ് ബാലചന്ദ്രൻ ഭയങ്കര ഇമോഷണൽ ആവുന്നൊരു സീനാണ് കാണിക്കുന്നത്. ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡ്. കൂടുതൽ വിശേഷങ്ങളും സീരിയൽ അപ്ഡേറ്റ്സും അറിയാൻ വേണ്ടി ആദ്യം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിനുശേഷം ലൈക്ക് ചെയ്യുക. താങ്ക് യു.